അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1307 സൗദി അറേബ്യയിലെ റിയാദിനടുത്തുള്ള ഉനൈസ എന്ന പ്രദേശത്ത് ജനിക്കുകയും ഹിജ്റ വർഷം 1377 വഫാത്താവുകയും ചെയ്ത വളരെ വലിയ ഒരു പണ്ഡിതനാണ് അശ്ശൈഖ് അൽ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി അത്തമീമി റഹ്മത്തുള്ളാഹി അലൈഹി. വിഖ്യാതമായ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ വളരെ ശ്രദ്ധേയമായ തഫ്സീറും അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ വലിയ നിലക്ക് അറിയപ്പെട്ട പണ്ഡിതനാണ്. സൗദി അറേബ്യയിലെ ആധുനിക കാലഘട്ടത്തിലെ ഫഖീഹ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അശ്ശൈഖ് അൽ അല്ലാമ, അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ പറയപ്പെട്ട പണ്ഡിതൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അപ്പോൾ എത്രമാത്രം വലിയ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു സംസാരത്തിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ചോദിക്കപ്പെട്ടത് സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. നമുക്കറിയാം, ഒരു അമലിന് 10 മുതൽ 700 കൂടുതലൊക്കെ പ്രതിഫലം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ മനസ്സിലാക്കിയതാണ്, നാം അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അപ്രകാരം അമലുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ലഭിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രധാനപ്പെട്ട 12ഓളം കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ സംസാരത്തിൽ നാം ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കണം, പിന്നീട് അതിലുള്ള വർധനവും. അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് അൻ യുഹഖിഖൽ അബ്ദു ഫി അമലിഹി അൽ ഇഖ്ലാസ് ലിൽ മഅബൂദ് വൽ മുതാബഅത ലിർ റസൂൽ. ഇതാണ് 2 കാര്യങ്ങൾ. ഒന്ന്, തൻ്റെ പ്രവർത്തനത്തിൽ അങ്ങേയറ്റത്തെ ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥതയുണ്ടാകണം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കണം. മൂന്നാമത് അദ്ദേഹം പറയുന്നത് അൻ യകൂന അമലുഹു സ്വാദിറൻ അൻ ഈമാനിൻ ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കണം ആ പ്രവർത്തനം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലേ ആ ഒരു അമല് തന്നെ നിലനിൽക്കുകയുള്ളൂ. അതിലൊന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങളിലുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. ഇല്ലെങ്കിൽ അമലുകൾ ബാത്തിലായി പോകും, ഒരു പ്രതിഫലവും അതിന് ലഭിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലു, ഈമാനിനെ നിഷേധിച്ചാൽ അവൻ്റെ അമലുകൾ ബാത്തിലായി പോകുന്നതാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നീ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിൻ്റെ അമലുകൾ ബാത്തിലായി പോകും. അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ അടിയുറച്ച വിശ്വാസമുണ്ടാകണം, അതിൽ ഒന്നിനെ പോലും നിഷേധിക്കാൻ പാടില്ല. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അമലുകളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത അല്ലെങ്കിൽ മതത്തിൻ്റെ കൽപ്പനയില്ലാത്ത ഏതൊരു പ്രവൃത്തി ആര് ചെയ്താലും അത് തള്ളപ്പെടുന്നതാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരു അമല് അടിസ്ഥാനപരമായി തന്നെ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മൂന്നാമത്തത്, സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ശരി, ഈമാനുള്ള വ്യക്തിയാണെങ്കിലും ശരി, ആ ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, അഥവാ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുന്ന അവസ്ഥ, ഭൗതികമായ മറ്റൊന്നും ആഗ്രഹിക്കാത്ത അവസ്ഥ, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതിൽ കളങ്കം സംഭവിച്ചാലും ആ അമല് ബാത്തിലായി പോകും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റൽ, ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഒരു അമല് ചെയ്താൽ അടിസ്ഥാനപരമായി ആ അമല് സ്വീകരിക്കപ്പെടുന്നതാണ്. ഈ 3 കാര്യങ്ങളും ഒത്തുവന്നുകൊണ്ട് ഒരാൾ ഒരു അമല് ചെയ്താൽ അതിൻ്റെ മിനിമം പ്രതിഫലം 10 ഇരട്ടിയാണ്. സൂറത്തുൽ അൻആമിലെ 160 അത് പറയുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ 10 ഇരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം. ഇത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാ, മിനിമം ഒരു അമലിൻ്റെ പ്രതിഫലം 10 ഇരട്ടിയാണ്.
എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈമാനിൽ വർധനവുള്ള ആളുകൾ, എല്ലാവരുടെയും ഈമാൻ ഒരുപോലെയല്ല. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഈമാനിലെ വർധനവനുസരിച്ച്, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുമ്പോൾ വളരെ കൃത്യമായി തന്നെ പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ അതിലെ വാജിബുകളും അതിൻ്റെ അർക്കാനുകളും അതിലെ മുസ്തഹബാത്തുകൾ സുന്നത്തുകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാണെങ്കിൽ അതിലുള്ള വർധനവനുസരിച്ചും പ്രതിഫലത്തിൽ വർധനവുണ്ടാകും. അതേപോലെ തന്നെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നുണ്ട് എന്നതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇനി ആ ഒരു ദറജയിൽ എത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, ഫഇന്നഹു യറാഖ്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധമെങ്കിലും ഉണ്ടാവുക. അപ്പോൾ ഇഖ്ലാസിൻ്റെ ദറജയിൽ പോലും വലിയ വ്യത്യാസമുണ്ട് എന്നർത്ഥം. അങ്ങനെ ഇഖ്ലാസിലും പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റുന്നതിലും ഈമാനിലുമുള്ള വർധനവിനനുസരിച്ച് അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒരേ അമല് തന്നെ രണ്ടാളുകൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ആ വ്യക്തിയുടെ ഈമാനിലും ഇഖ്ലാസിലും പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റുന്നതിലുമുള്ള ആധിക്യമനുസരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റലും അങ്ങേയറ്റത്തെ ഇഖ്ലാസും ഉണ്ടായിരിക്കലാണത്. തെളിവായ ഒരു ഹദീസും കൊണ്ടുവരുന്നുണ്ട്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാൻ മാസത്തിൽ ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും, ഇത് രണ്ടവസ്ഥകളാണ്. ഈമാനോടുകൂടി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യാൻ കാരണമായി തീർന്നത് മറ്റാരും പഠിപ്പിച്ചതുകൊണ്ടോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം കൊണ്ടാണ് ആ അമല് ചെയ്യുന്നത്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു എന്ന വിശ്വാസത്തോടെയാണ് ആ അമല് ചെയ്യുന്നത്. അതേപോലെ തന്നെ വഹ്തിസാബൻ, ആ അമല് ചെയ്യുമ്പോൾ ലക്ഷ്യമാക്കുന്നതാകട്ടെ അള്ളാഹുവിൻ്റെ പ്രതിഫലവും പരലോകത്ത് സ്വർഗവും. ഈ നിലക്ക് അമല് ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങളിലും എത്രമാത്രം ഒരാളിൽ വർധനവുണ്ടാകുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലത്തിൽ വർധനവുണ്ടാകും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിലും ഇഖ്ലാസിലും പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റുന്നതിലും ഒരു പൂർണ്ണതയിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് സിഹ്ഹത്തുൽ അഖീദ വ ഖുവ്വത്തുൽ ഈമാനി ബില്ലാഹി വ സിഫാത്തിഹി. അഖീദയിലുള്ള ആ ഒരു കൃത്യത എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് അനുസരിച്ചുകൊണ്ട് വിശ്വാസകാര്യങ്ങളും അതേപോലെ തന്നെ വിശ്വാസികളുടെ ഓരോ മേഖലകളിലുമുള്ള നിലപാടുകളെയും ക്രമീകരിക്കൽ. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും, അതിൽ 72 നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം ആരാണ്? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു നിലപാടാണോ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും ഉത്തമ തലമുറയായ സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇവർ നമുക്ക് പഠിപ്പിച്ചു തന്ന, അതേപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിബാറുകളിൽപ്പെട്ട ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്ന അഖീദാപരമായ വിഷയങ്ങളിലൊക്കെ കൃത്യമായ വിശ്വാസമുണ്ടായിരിക്കുക. അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം, തൗഹീദ് എങ്ങനെ മനസ്സിലാക്കണം, മലക്കുകളിൽ എങ്ങനെ വിശ്വസിക്കണം, അമ്പിയാക്കളിൽ എങ്ങനെ വിശ്വസിക്കണം, പരലോകത്തിൽ എങ്ങനെ വിശ്വസിക്കണം, ഖളാ ഖദറിൽ എങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ ഓരോ വിഷയത്തിലും അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകൾ എങ്ങനെ മനസ്സിലാക്കണം. ഇതിലൊക്കെ കൃത്യമായ അറിവ് ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ അമലുകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രതിഫലം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതിൽ നിന്ന് പിഴച്ചു പോകുന്ന അഹ്ലുസുന്നയുടേതല്ലാത്ത ആളുകൾ, ബിദ്അത്തിൻ്റെ, ഖുറാഫാത്തിൻ്റെ, ഷിർക്കിൻ്റെ ആളുകൾ, നമുക്കറിയാം ഇസ്ലാമിൻ്റെ ആ ശരിയായ മൻഹജിൽ നിന്ന് പിഴച്ചു പോകുന്ന ആളുകൾ അഖീദയിൽ പിഴച്ചവരുണ്ട്, ഗുരുതരമായ അഖീദയിൽ പിഴവ് പറ്റിയവരുണ്ട്, അതേപോലെ തന്നെ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ബിദ്അത്തുകൾ, ഖുറാഫാത്തുകൾ, അഖീദയിലെ പിഴവുകൾ, ആ പിഴവുകളെല്ലാമുള്ള ആളുകളുടെ അമലുകൾ ഒന്നെങ്കിൽ ബാത്തുലായി പോകും, അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രതിഫലം കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് പൂർവികരായ ഉലമാക്കൾ പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, അഹ്ലുസുന്ന ഇൻ ഖഅദത് ബിഹിം അഅമാലുഹും ഖാമത് ബിഹിം അഖായിദുഹും വ അഹ്ലുൽ ബിദ്അ ഇൻ കസറത് അഅമാലുഹും ഖഅദത് ബിഹിം അഖായിദുഹും. അഹ്ലുസുന്നയുടെ ആളുകൾ അവരുടെ അഖീദയും മൻഹജും ശരിയാണെങ്കിൽ സുന്നത്തായ വിഷയങ്ങളും അതേപോലെയുള്ള ധാരാളം ഇസ്ലാമിൻ്റെ സൽക്കർമ്മങ്ങളിൽ ഇനി അവർക്ക് കുറവ് സംഭവിച്ചാൽ പോലും അവരുടെ അഖീദ അവരെ സംരക്ഷിക്കുന്നതാണ്. എന്നാൽ ബിദ്അത്തിൻ്റെ ആളുകൾ അവർ ധാരാളം അമലുകൾ ചെയ്യും, സുന്നത്തായതും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും,
പക്ഷേ പലപ്പോഴും അവരുടെ അഖീദയിലുള്ള പിഴവോ അല്ലെങ്കിൽ ബിദഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതോ കാരണത്താൽ അവരുടെ അമലുകൾ ബാത്തിലായി പോവുകയും ചെയ്യും. അതുകൊണ്ട് അഖീദ അത് ശരിപ്പെടുത്തുക. നബിയും സഹാബികളും അള്ളാഹുവിലും റസൂലിലും ഖുർആനിലും മറ്റ് ഈമാൻ കാര്യങ്ങളിലുമൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ചത്, പിഴച്ച കക്ഷികൾ ഏതെല്ലാം വിഷയത്തിലാണോ തെറ്റിപ്പോയത്, അതിൽ നിന്നെല്ലാം മുക്തമായി നബിയും സഹാബികളും വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അതിന് നന്നായി പഠിക്കണം. പണ്ഡിതന്മാർ അഖീദ വിശദീകരിച്ച കിതാബുകളും പണ്ഡിതന്മാരുടെ ദുറൂസുകളുമൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി അഖീദയിൽ എത്രമാത്രം വർധനവുണ്ടാകുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ അസ്മാവ സിഫാത്തുകൾ എത്രമാത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, അതിനനുസരിച്ച് അമലുകൾക്ക് പ്രതിഫലം കൂടും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ ഇൽമുള്ള ആളുകളാണ്. ഇൽമിലെ വർധനവനുസരിച്ച് ഈമാനിൽ വർധനവുണ്ടാകും, തഖ്വയിൽ വർധനവുണ്ടാകും, ഇഖ്ലാസിൽ വർധനവുണ്ടാകും. ആ ഇഖ്ലാസിലും തഖ്വയിലുമുള്ള വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അമൽ ഒരാൾ ചെയ്യുമ്പോൾ അത് മറ്റൊരാളേക്കാൾ കൂടുതൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കാൻ അത് കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് അഖീദ ശരിയാക്കണം എന്നാണ് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് തൻ്റേതായ ഗുണത്തിനു വേണ്ടിയും ചില അമലുകൾ ചെയ്യാൻ സാധിക്കും. അതല്ല, തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ധാരാളം നേട്ടങ്ങളും നന്മകളും ഉണ്ടാകും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കൽ ജിഹാദി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗപരിശ്രമം, ജിഹാദ് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കൗലുകൊണ്ടും, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അഖീദയിൽ നിന്ന് പിഴച്ചുപോയ ആളുകളോടുള്ള ന്യായമായ സംവാദങ്ങൾ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കൽ, അങ്ങനെ ഇസ്ലാമിന് വേണ്ടിയും മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഒരു സദക്ക ചെയ്താൽ അതൊരു ധാന്യമണി പോലെയാണ്. അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു, ഓരോന്നിലും 100 കതിരുകൾ, അഥവാ 1 നിന്ന് 700 എന്നിട്ട് വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുമ്പോൾ 700ഉം അതിനേക്കാൾ കൂടുതൽ ലഭിക്കാനുള്ള കാരണം അതിൻ്റെ ഉപകാരം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപകാരമുണ്ടാകുന്ന അറിവ് കൊണ്ടും വിജ്ഞാനം കൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള ജിഹാദ് അതിന് വമ്പിച്ചതായ പ്രതിഫലമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം പറയുന്നത്, ഏറ്റവും വലിയ ജിഹാദായി പറയുന്നത് ഇൽമ് നേടലും ആ ഇൽമ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കലുമാണ്. കാരണം അഖീദയിൽ പിഴവ് സംഭവിക്കുന്ന ബിദഅത്തിലേക്കും ഖുറാഫാത്തിലേക്കും ഷിർക്കിലേക്കും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങളും വിഭാഗങ്ങളും ആളുകളും ധാരാളമാണ്. അതിൽ നിന്നൊക്കെ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ ശരിയായ ഇൽമ് നേടുകയും ആ ഇൽമ് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൽമ് നേടിയും അത് പഠിച്ചും പഠിപ്പിച്ചും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പൊതുവെ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ, ദഅ്വാ പ്രവർത്തനങ്ങളിൽ, മറ്റു സംരംഭങ്ങളിൽ, ജാരിയായ സദഖകളിൽ, അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നാലാമതായി അദ്ദേഹം പറയുന്നത് അൽ അമൽ അല്ലദി ഇദാ ഖാമ ബിഹിൽ അബ്ദ് ഷാറകഹു ഫീഹി ഗൈറുഹു, മറ്റുള്ളവർ കൂടി പങ്കാളികളാവുന്ന ഖൈറാത്തുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു നന്മ അത് മറ്റൊരാളും അനുകരിക്കുകയും അങ്ങനെ എത്ര ആളുകളിലേക്കത് പകർന്നു നൽകപ്പെടുന്നുണ്ടോ അതിനനുസരിച്ച് ഈ അമല് ചെയ്ത വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ ദല്ല ഇലാ ഖൈരിൻ കഫാഇലിഹി എന്നാണ്. ഒരു ഖൈറിലേക്ക് ഒരാളെ വഴി കാണിച്ചാൽ അത് ചെയ്തവൻ്റെ അതേ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ പാവപ്പെട്ട കുറേ ആളുകൾ വരികയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് സദഖ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒരു വ്യക്തി തൻ്റെ 2 കൈകളിലും താങ്ങാനാവാത്ത അത്രയും കൂടുതൽ ഈത്തപ്പഴം പള്ളിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി അവർക്ക് കൊടുക്കാൻ. അത് കണ്ടപ്പോൾ മറ്റുള്ളവരും അദ്ദേഹത്തെ അനുകരിച്ച് അവർ ഈത്തപ്പഴവും ഡ്രസ്സും ഒക്കെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ലാം പഠിപ്പിച്ച ഒരു നല്ല കാര്യം അത് ഒരാൾ മറ്റൊരാൾക്ക് മാതൃകയാക്കി പ്രവർത്തിച്ചാൽ, ആരൊക്കെയാണോ അത് മാതൃകയാക്കി പ്രവർത്തിക്കുന്നത് അവരുടെ എല്ലാം പ്രതിഫലത്തിൻ്റെ ഒരു ഓഹരി ഈ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ, മറ്റുള്ളവർക്ക് സൽക്കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രേരണ നൽകിയാൽ, ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നടപ്പിൽ വരുത്തി അത് മറ്റുള്ളവരും അനുകരിച്ചാൽ അതിനൊക്കെ വമ്പിച്ച പ്രതിഫലമുണ്ട്. അത് ചെയ്ത വ്യക്തിക്ക് അനുകരിച്ച വ്യക്തികളുടെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അങ്ങനെ അയാൾക്ക് സവാബിൽ, പ്രതിഫലത്തിൽ ഇരട്ടിയായി വർധനവ് ലഭിക്കുന്നു. അദ്ദേഹം പഠിപ്പിച്ച 5ാമത്തെ കാര്യം വലിയ ഉപകാരമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ. ഏതുപോലെ അദ്ദേഹം പറഞ്ഞത്,
ഇൻജ മിനൽ മഹ്ലക വ ഇസാലത്തു ലററിൽ മുതളരിരീൻ, ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഒരു പ്രശ്നം നീക്കി കൊടുക്കൽ, ഒരു നാശത്തിൽ നിന്ന്, ഒരു മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കൽ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ദാഹിച്ചു വലഞ്ഞ ഒരു നായ, ആ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ തിന്മ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ വ്യക്തിയുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് ആ വ്യക്തിയെ സ്വർഗത്തിലാക്കി. ആ വ്യക്തി പല നന്മകളും ഉപേക്ഷിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ അവിടെ ദാഹിച്ചു വലയുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്ത് ആ നായയുടെ ജീവൻ രക്ഷിച്ചത് വലിയ കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്തു. ഇതേപോലെ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്ന, വലിയ അപകടങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്ന, ആളുകൾക്ക് ജീവന് സംരക്ഷണം നൽകുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ടാണ് അനാഥകളെ സംരക്ഷിക്കുന്നതിന് വലിയ പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ളത്, വിധവകളെ സംരക്ഷിക്കുന്നതിന് വലിയ പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ളത്. പട്ടിണിയും ദാരിദ്ര്യവും കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ സഹായിക്കുന്നത് വമ്പിച്ച പുണ്യകർമ്മമായി ഇസ്ലാം പഠിപ്പിക്കാനുള്ള കാരണം മറ്റുള്ള ആളുകളുടെ പ്രതിസന്ധികളെ ഇല്ലാതെയാക്കി അവർക്ക് സന്തോഷം നൽകൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന് അത്തരം ആളുകളെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇഷ്ടമാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മൾ നീക്കിയാൽ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു പരലോകത്ത് നീക്കിത്തരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജീവജാലങ്ങളോട് പോലും കാരുണ്യം കാണിക്കുന്നത് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് മറ്റൊരു കാരണമായി, അഥവാ പ്രതിഫലം ഇരട്ടിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട പ്രവർത്തനമായി അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആറാമത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നല്ല രൂപത്തിൽ ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ. സ്വഹീഹായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു ഫകുല്ലു ഹസനത്തിൻ യഅമലുഹാ തുക്തബു ലഹു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളഇഫിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽപ്പെട്ട ഒരാൾ തൻ്റെ ഇസ്ലാമിനെ നന്നാക്കിയാൽ ആ വ്യക്തി ചെയ്യുന്ന ഓരോ നന്മകളും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമായി അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇവിടെ തൻ്റെ ഇസ്ലാമിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം തന്നെ വിശദീകരിച്ചതുപോലെ ദുഷ്കർമ്മങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, അള്ളാഹു ഹറാമാക്കിയ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, ധാരാളം നന്മകൾ ചെയ്യുക, അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഖേദിച്ചു മടങ്ങുക, പശ്ചാത്തപിക്കുക. അങ്ങനെ ഇസ്ലാമിനെ വളരെ നല്ല നിലക്ക് പ്രാവർത്തികമാക്കുകയും എല്ലാവരോടും നന്നായി പെരുമാറുകയും സത്യസന്ധതയും അമാനത്ത് കാത്തു സൂക്ഷിക്കലും അങ്ങനെ തുടങ്ങി ഇസ്ലാം പഠിപ്പിക്കുന്ന നല്ല നല്ല മര്യാദകൾ ജീവിതത്തിൽ പാലിക്കലും, മാതാപിതാക്കളോടും മക്കളോടും കുടുംബത്തോടും ഭാര്യയോടും അതേപോലെ തന്നെ സഹജീവികളോടും കൂട്ടുകാരോടും പണ്ഡിതന്മാരോടും എല്ലാവരോടും മാന്യമായി പെരുമാറുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ മഹാസിനുകളൊക്കെ, ഇസ്ലാമിൻ്റെ നന്മകളൊക്കെ സ്വീകരിച്ച് പ്രാവർത്തികമാക്കുന്ന ഒരാളുടെ പ്രവൃത്തിക്ക് മറ്റൊരാളുടെ പ്രവൃത്തിയേക്കാൾ ഇരട്ടി പ്രതിഫലമുണ്ടാകുമെന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ തിന്മകൾ ചെയ്യുന്ന, അധർമ്മങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതത്തിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മക്ക് ഒരുപക്ഷെ ഇത്രയും പ്രതിഫലം ലഭിക്കുകയില്ല. എന്നാൽ നിരന്തരമായി നന്മയിൽ മുന്നേറുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും വല്ലതും സംഭവിച്ചാൽ തന്നെ തൗബ ചെയ്തുകൊണ്ടും നന്മ കൊണ്ട് അതിനെ മറികടക്കുകയും ചെയ്യുന്ന നല്ല ആളുകൾ, അവരാണ് ഇസ്ലാമിന് ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്യുന്നത്. അവരുടെ ഒരു അമലിന് 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇക്കാര്യം അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏഴാമത്തെ പോയിൻ്റായി അദ്ദേഹം പറയുന്നത്, പ്രവർത്തിക്കുന്ന ആളുടെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനമനുസരിച്ച് അള്ളാഹു പ്രതിഫലം കൂടുതൽ നൽകുന്നതാണ്. എന്നാൽ ചിലപ്പോൾ ആ സ്ഥാനമനുസരിച്ച് അവർ ചെയ്യുന്ന തിന്മകൾക്ക് കൂടുതൽ ശിക്ഷയും ഉണ്ടാകുന്നതാണ്. അദ്ദേഹം അതിന് തെളിവായി പറയുന്നത് സൂറത്തുൽ അഹ്സാബിലെ 31-ാമത്തെ ആയത്താണ്. വമൻ യഖ്നുത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സ്വാലിഹൻ നുഅ്തിഹാ അജ്റഹാ മർറതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ അനുസരിക്കുന്ന വിനയാന്വിതരായ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന സാലിഹത്തുകളായ ഇണകളായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം അള്ളാഹു 2 ഇരട്ടിയായി നൽകുമെന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ സ്ഥാനമുള്ളത്. ആ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് അവർ സൽക്കർമ്മത്തിൽ മുന്നേറിയാൽ അള്ളാഹു അവർക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. എന്നാൽ അവർ തിന്മകൾ ചെയ്താൽ ഇരട്ടി ശിക്ഷയും അവർക്ക് ലഭിക്കുന്നതാണ് എന്ന കാര്യം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനത്തുള്ള ആളുകൾ, പണ്ഡിതന്മാർ, ആലിമീങ്ങളായ ആളുകൾ, പ്രബോധകന്മാരായ ആളുകൾ, വലിയ സ്ഥാനമുള്ള ആളുകൾ,
അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അത് സമൂഹത്തിന് നല്ല നിലക്കുള്ള രൂപത്തിലായി തീരുകയും ചെയ്താൽ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതേ സന്ദർഭത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടത് അവരിൽ നിന്നുണ്ടാകുന്ന തിന്മകൾ അള്ളാഹു ഗൗരവത്തോടുകൂടി കാണുകയും ചെയ്യുന്നതാണ്. അക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എട്ടാമതായി അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അസ്സദഖത്തു മിനൽ കസ്ബി ത്വയ്യിബ്, നല്ല സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കലാണ്. കാരണം നമുക്കറിയാം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു നല്ലവനാണ്, നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അപ്പോൾ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനത്തിൽ നിന്ന് സദഖ ചെയ്താൽ അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് 700 ഇരട്ടി വരെ. കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ. ഒരു ധാന്യമണി 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു, അതിൽ ഓരോ കതിരിലും 100, എന്നിട്ട് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നാണ്. മൻദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ എന്നാണ്. അള്ളാഹുവിന് നല്ലതായി ആരാണോ കടം നൽകുന്നത് അള്ളാഹു അവർക്ക് ധാരാളമായി ഇരട്ടിപ്പിച്ചു കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സദഖ ചെയ്യുന്നതിന് വമ്പിച്ച പ്രതിഫലമുണ്ട്. ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഫക്കീറുകളെ, മിസ്കീനുകളെ കണ്ടെത്തി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പട്ടിണി കിടക്കുന്നവർ, വസ്ത്രമില്ലാത്തവർ, വീടില്ലാത്തവർ, മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവരെയും സഹായിക്കുക. ഹലാലായ മാർഗത്തിലൂടെ സദഖ ചെയ്യുക, ദീനിൻ്റെ മാർഗത്തിൽ സദഖകൾ ചെയ്യുക. അപ്പോൾ അതിന് വമ്പിച്ചതായ പ്രതിഫലമുണ്ട് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഒമ്പതാമതായി അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഷറഫുസ്സമാൻ, കാലത്തിൻ്റെ പവിത്രത അനുസരിച്ച് പ്രതിഫലം കൂടുതലുണ്ട്. ഉദാഹരണത്തിന് റമളാൻ മാസത്തിലെ അമലുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, നമ്മൾ ആ ദിവസങ്ങളിലാണുള്ളത്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതേപോലെയുള്ള ചില പ്രത്യേകമായ സമാനുകൾ, പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ, അതിനൊക്കെ തന്നെ അവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ മക്കാൻ, സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് മസ്ജിദുൽ ഹറമിൽ വെച്ചുള്ള ഇബാദത്തിൻ്റെ, നമസ്കാരത്തിൻ്റെ അതിൻ്റെ ഇരട്ടി പ്രതിഫലം എത്രയാണെന്ന് നമുക്കറിയാം. 1,00,000-ഓളമാണ്. ഒരു ളുഹർ നമസ്കരിച്ചാൽ 1,00,000 ളുഹർ നമസ്കരിച്ച പ്രതിഫലമാണ്. മദീന പള്ളിയിൽ 1000 ഇരട്ടിയാണ്. മസ്ജിദുൽ അഖ്സയിൽ 500 ആ നിലക്കുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച്, കാലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച്, അതേപോലെ സമയത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഖിയാമുൽ ലൈലിൻ്റെ സമയം, അതേപോലെ തന്നെ അത്താഴത്തിൻ്റെ സമയം, അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട്. നമസ്കാരത്തിൽ സുജൂദിൻ്റെ സന്ദർഭം, അതേപോലെ തന്നെ ഫജറിന് ശേഷമുള്ള സമയം, അസറിന് ശേഷമുള്ള സമയം, ഇങ്ങനെ ചില സമയങ്ങൾക്ക്, അത്തരം സമയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? അമലുകൾ ചെയ്യണം. അപ്പോൾ അതിന് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ, നാസിറുസ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ ചില അമലുകൾ തന്നെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് അദ്കാറുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന അദ്കാറുകൾ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ഓരോ ഹർഫിനുമുള്ള പ്രത്യേകമായ കൂലി. ഇങ്ങനെ ചില അമലുകളും ചില പ്രത്യേക സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ പ്രതിഫലത്തിൽ വർധനവുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ 10ാമത്തെ കാര്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് എതിരായ പ്രചോദനം ശക്തമാകുന്നതിനനുസരിച്ച് അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മെ ആ ഒരു സൽക്കർമ്മം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു, അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യത്തിന്, അതും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. തെറ്റായ ഒരു കാര്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആ ഹറാമിൽ നിന്ന് വിട്ടുനിന്നാൽ അതും ഇഖ്ലാസിൻ്റെ ഭാഗമാണ്. അത്തരം ആളുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിന്മ ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരാളേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കൽ. അപ്പോൾ ശക്തമായ പ്രചോദനമുണ്ടായിട്ടും, അലസത, മടി, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ, വിനോദങ്ങൾക്കുള്ള താല്പര്യം, ഇതെല്ലാം ഉണ്ടായിട്ടും ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, പ്രതികൂല സാഹചര്യത്തിലും നന്മകൾ ചെയ്താൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. തിന്മയിലേക്ക് കൂടുതൽ പ്രചോദനമുള്ള സന്ദർഭത്തിലും അതിൽ നിന്ന് വിട്ടുനിന്നാൽ അതിനും കൂടുതൽ പ്രതിഫലമുണ്ട്. ഇതും അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്. 11ാമത്തെ വിഷയമായി അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കാണുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി മനസാന്നിധ്യത്തോടു കൂടി അമലുകൾ ചെയ്യുക. അദ്ദേഹം പറയുന്നത് ഹുദൂറുൽ ഖൽബ് ഫിൽ അമൽ എന്നാണ്. ഒരു അമൽ ചെയ്യുമ്പോൾ മനസാന്നിധ്യം ഉണ്ടാവണം. ചില ആളുകളുണ്ട്, അവർ നമസ്കരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, എത്ര റക്അത്ത് നമസ്കരിച്ചു എന്നോ എന്താണ് ചൊല്ലിയതെന്നോ ഒരു ഓർമ്മയുമില്ല. നമസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുമില്ലാത്ത നമസ്കാരം, അങ്ങനെ നമസ്കരിക്കുന്നവരുണ്ട്.
അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില ആളുകൾ നമസ്കരിച്ചാൽ അവർക്ക് 10ൽ 10 മാർക്കുണ്ട്, അല്ലെങ്കിൽ പ്രതിഫലമുണ്ട്. ചിലർക്ക് 9, 8, 7 അങ്ങനെ അര പ്രതിഫലം വരെ ലഭിക്കുന്നവരുണ്ട് എന്നാണ്. അത് ഹൃദയത്തിൻ്റെ സാന്നിധ്യം അനുസരിച്ചും ആ അമല് ചെയ്യുന്നതിലുള്ള നമ്മളുടെ ശ്രദ്ധ അനുസരിച്ചുമാണ്. കൂടുതൽ ഇഖ്ലാസോടുകൂടി, ശ്രദ്ധയോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്താൽ അതിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഏത് അമല് ചെയ്യുമ്പോഴും ചൊല്ലുന്നത് എന്താണ് എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെ ഇബാദത്ത് ചെയ്യുക, മറ്റു ചിന്തകളിൽ നിന്ന് മുക്തമായിരിക്കണം എന്നർത്ഥം. 12ാമത്തെ കാര്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് കഴിവിൻ്റെ പരമാവധി അമലുകൾ രഹസ്യമാക്കി ചെയ്യുക എന്നാണ്. അതിന് അദ്ദേഹം തെളിവായി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒന്ന് റജുലുൻ തസദ്ദഖ ബിസദഖ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലം ഷിമാലു മാ തുൻഫിഖു യമീനു. തൻ്റെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ രഹസ്യമായി ധനം ചെലവഴിച്ച ആളുകൾ. അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ ഒരു വ്യക്തി, റജുലുൻ ദക്കറല്ലാഹ് ഖാലിയൻ ഫഫാദത് ഐന, ഒഴിഞ്ഞിരുന്ന് മാറി നിന്ന് അള്ളാഹുവിനോർത്ത് കരഞ്ഞ കണ്ണുകളുള്ള, അങ്ങനെ കരയുന്നൊരു വ്യക്തിയെ. കാരണം അവരൊക്കെ അവരുടെ അമലുകളെ രഹസ്യമാക്കുകയാണ്, ആരും കാണാതെ രഹസ്യമാക്കുകയാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അമലു സാലിഹാത്തുകൾ രഹസ്യമാക്കണമെന്നാണ്. എന്നാൽ പരസ്യമായി ചെയ്യേണ്ടത് പരസ്യമായി തന്നെ ചെയ്യണം. എന്നാൽ സാധിക്കുന്ന അത്ര അമലുകൾ രഹസ്യമാക്കിയാൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. ഇത് 12ാമത്തെ ഒരു കാര്യമായി അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾ അതേ അമല് ചെയ്താലും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നതാണ്. നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രതിഫലം അധികരിച്ച് ലഭിക്കുന്ന സമയവും സന്ദർഭവും സീസണുകളും മാസങ്ങളും ദിവസങ്ങളും സമയമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന അമലുകളെ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കണം. മറ്റുള്ള ആളുകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ, കൂടുതൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ പറഞ്ഞത്, ആദമിൻ്റെ സന്തതികൾ മരിച്ചാൽ അവരുടെ അമലുകൾ മുറിഞ്ഞു പോകും 3 കാര്യങ്ങൾ ഒഴികെ. പ്രചരിപ്പിച്ച അറിവ്, ജാരിയായ സദഖ, നമുക്ക് വേണ്ടി നമ്മുടെ കാലശേഷവും പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ മക്കൾ, ഇതൊക്കെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ഉപകാരമെത്തുന്ന കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങളും നമ്മളിവിടെ വിശദീകരിച്ച കാര്യങ്ങളുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് ഇരട്ടിയായി നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. അറിയുക, ഷിർക്കോ കുഫറോ സംഭവിച്ചാൽ, നിഫാഖ് സംഭവിച്ചാൽ, ഇഖ്ലാസിൽ അബദ്ധം പറ്റിയാൽ, ബിദ്അത്തുകളും ഖുറാഫാത്തുകളും കൊണ്ട് ഇബാദത്ത് ചെയ്താൽ ആ അമലുകൾ തന്നെ പാടെ ബാത്തിലായി പോകും. അതുകൊണ്ട് ഷിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും ബിദ്അത്തിൽ നിന്നും മുക്തമായി തൗഹീദോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹും റസൂലും പഠിപ്പിച്ച അമലുകളെ കൂടുതൽ മനസ്സാന്നിധ്യത്തോടുകൂടി ചെയ്യുക, സമൂഹത്തിന് ഉപകാരം ചെയ്യുക, അറിവ് നേടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.